ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അബോധാവസ്ഥയിലെന്ന് സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്ത്. ഇസ്രായേൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ ഉദ്ധരിച്ച് ദി ടൈംസ് പത്രമാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. 56-കാരനായ മുജ്തബ ഖൂം നഗരത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ കോമയിലാണെന്നും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് നിലവിൽ സാധിക്കുന്നില്ലെന്നുമാണ് പുറത്തുവരുന്ന നയതന്ത്ര മെമ്മോകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പിതാവായ ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റത്. ഈ ആക്രമണത്തിൽ അലി ഖമേനിയും മുജ്തബയുടെ ഭാര്യ ഹദ്ദാദും കൊല്ലപ്പെട്ടിരുന്നു. മുജ്തബയുടെ കാലിന് നിസാര പരിക്കേയുള്ളൂ എന്നായിരുന്നു ഇറാൻ ഭരണകൂടം ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് വാർത്തകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുജ്തബ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെതായി വന്ന 2 പ്രസ്താവനകളും സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകർ വായിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ ആണവ നിലയത്തിന്റെ മാപ്പ് പരിശോധിക്കുന്ന മുജ്തബയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നുവെങ്കിലും അത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ ഇതോടെ പരാജയപ്പെടുകയായിരുന്നു. നിലവിൽ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും മതനേതാക്കളും ചേർന്നാണ് ഇറാന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ മൃതദേഹം നിലവിൽ ഖൂമിലാണുള്ളത്. കുടുംബത്തിലെ ഭൂരിഭാഗം പേരെയും അടക്കം ചെയ്യാനുള്ള സൗകര്യത്തോടെ ഖൂമിൽ വലിയ സ്മാരകം നിർമ്മിച്ചു വരികയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് സംസ്കാര ചടങ്ങുകൾ മാറ്റിവച്ചതെന്ന് ഔദ്യോഗിക വിശദീകരണമുണ്ടെങ്കിലും മുജ്തബയുടെ ആരോഗ്യനിലയും രാജ്യത്തെ അസ്ഥിരമായ സാഹചര്യവുമാണ് ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ ഉടലെടുത്ത ഈ ശൂന്യത പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കും. അമേരിക്കൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 56-കാരനായ മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. പിതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് അധികാരമേറ്റെടുത്ത ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് വാർത്തകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന ആക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. നേരത്തെ പുറത്തുവന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മുജ്തബയുടെ കാലിന് നിസ്സാരമായ പരിക്കേറ്റു എന്നായിരുന്നു ഭരണകൂടം അറിയിച്ചിരുന്നത്. എന്നാൽ പിതാവിനും ഭാര്യയ്ക്കും മകനുമൊപ്പം ഇദ്ദേഹം താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഖമേനി കുടുംബത്തിലെ ഭൂരിഭാഗം പേരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഗൾഫ് രാജ്യങ്ങളുമായി പങ്കുവച്ചതും ദി ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തതുമായ പുതിയ നയതന്ത്ര മെമ്മോ പ്രകാരം മുജ്തബ ഖമേനി നിലവിൽ ഖൂമിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ഭരണപരമായ യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയല്ലെന്നും ബോധരഹിതനായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതലുള്ള പരിക്കാണോ അതോ പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുജ്തബയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരമാണിത്.